നമസ്കാരം. ബ്രെഡ് ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ കട്ട് ചെയ്യാത്ത ബ്രെഡാണ് എടുത്തു വെച്ചിരിക്കുന്നത്. റവ 6 ടേബിൾ സ്പൂൺ, 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി ഉടച്ചു വെച്ചത്, മല്ലിയില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി ആവശ്യത്തിന്, പച്ചമുളക് ആവശ്യത്തിന്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പാചകം ചെയ്യണമെന്ന് നോക്കാം. അതിനായി ഞാൻ 6 ടേബിൾ സ്പൂൺ റവ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം, ഒരു നുള്ള് കുരുമുളക് പൊടി, പച്ചമുളക് ആവശ്യത്തിന്. ഞാനിപ്പോ 1 സ്പൂണാണ് ഇടുന്നത്, ഒരു 1.5 സ്പൂണ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ചൂടുവെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് പുഴുങ്ങി ഉടച്ചു വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് 2 ഉരുളൻകിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മുഴുവനും ആവശ്യം വരില്ല, നമുക്കത് ആവശ്യമുള്ളത് മാത്രം എടുത്ത് മിക്സ് ചെയ്താൽ മതി. ഇത്രയും ഉരുളൻകിഴങ്ങ് ബാക്കി വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെള്ളം കുറച്ച് പോരായുണ്ട്, കുറച്ചും കൂടി വെള്ളം ഞാൻ ആഡ് ചെയ്യാണ്. നമുക്കിതിന്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പെല്ലാം കറക്റ്റാണ്. കുറച്ചും കൂടി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ബ്രെഡില് തേച്ച് പിടിപ്പിക്കണേന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് കട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഞാനിത് 3 വലുതും 2-3 ചെറുതായാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബാറ്റർ തേച്ച് പിടിപ്പിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ഇത് ഇതിലേക്ക് കുറേശ്ശെ നമുക്ക് പറ്റി കൊടുക്കാം. ഇത് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യണ നേരത്ത് ഇതിൽ ഇത്തിരി വെള്ളം കുറവോ അല്ലെങ്കിൽ വെള്ളം കൂടുതൽ തോന്നുകയാണെങ്കിൽ നമ്മൾ മാറ്റി വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതല്ല വെള്ളം കുറവോ തോന്നണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്കെല്ലാം കറക്റ്റാണ്. എല്ലാ വസ്തുവും നന്നായിട്ട് ഇതാക്കി കൊടുക്കുക. ഇത് നമ്മളാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഇതിലേക്ക് കുറേശ്ശെ നമുക്ക് പറ്റി കൊടുക്കാം. ഇത് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യണ നേരത്ത് ഇതിൽ ഇത്തിരി വെള്ളം കുറവോ അല്ലെങ്കിൽ വെള്ളം കൂടുതൽ തോന്നുകയാണെങ്കിൽ നമ്മൾ മാറ്റി വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതല്ല വെള്ളം കുറവോ തോന്നണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്കെല്ലാം കറക്റ്റാണ്. എല്ലാ വസ്തുവും നന്നായിട്ട് ഇതാക്കി കൊടുക്കുക.
പാൻ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. ഞാനിത് ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ നന്നായി ഉരുകിയതിന് ശേഷം ഇതിലേക്ക് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്കിനി അടുത്തത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാ സൈഡും മറിച്ചിട്ട് ഫ്രൈ ചെയ്യണം. ബ്രെഡ് ഇത്രയും കട്ടിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ബാറ്റർ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകും. നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. അങ്ങനെ ബ്രെഡ് കൊണ്ടുള്ള 4 മണി സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.